ഈ ചടങ്ങ് വളരെ പ്രോജ്വലമാണ്. ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു മാസം തികയുമ്പോൾ തൻ്റെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രതിഭകളായ കുട്ടികളെ ഈ കഴിഞ്ഞ 2 പ്രധാന പൊതുപരീക്ഷകളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഇവിടെ വിളിച്ചു ചേർത്തൊരു വിദ്യാഭ്യാസ സമ്മേളനമാണ്, അനുമോദന സമ്മേളനമാണ് നടക്കുന്നത്. പ്രഗത്ഭരായ 2 അക്കാഡമിഷ്യന്മാർ ക്ലാസ് എടുക്കുന്നു. ഈ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ മിടുക്കന്മാരെയും മിടുക്കികളെയും കൂടുതൽ പ്രചോദിപ്പിച്ച് ഇനിയുള്ള അവരുടെ തുടർന്നുള്ള വഴികളിൽ കൂടുതൽ നേട്ടങ്ങൾ കരഗതമാക്കാൻ അവർക്ക് പ്രോത്സാഹനം നൽകുന്നു. എത്ര മനോഹരമാണ് അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിറോസ് ഇവിടെ തൻ്റെ നിയോജക മണ്ഡലം വളരെ പെട്ടെന്ന് തന്നെ പഠിച്ച് പോരായ്മകളും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുണ്ട്, അത് ശരിയാണ്. എന്നാൽ അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുണ്ടാക്കിയ നേട്ടങ്ങൾ ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മലബാറിൽ പ്രത്യേകിച്ചും ഉണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇപ്പം ഞങ്ങളൊക്കെ SSLCക്ക് പഠിക്കുന്ന കാലത്ത് നമ്മളുടെ വിജയശതമാനം മലപ്പുറത്തും പാലക്കാടും അങ്ങനെ മലബാർ ജില്ലകളിൽ കുറച്ച് മെച്ചം കോഴിക്കോടായിരുന്നു. എന്നാൽ പോലും അത്ര വലിയ മുമ്പിലൊന്നും ആയിരുന്നില്ല. 10-20% താഴെയാണ് അന്ന് ജില്ലകളിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഉണ്ടായിരുന്ന SSLC റിസൾട്ട്. അത് ഇപ്പം 99.73 എത്തി നിൽക്കുമ്പോൾ മറ്റ് പല ജില്ലകളിലും അന്ന് 50-60% ഉണ്ടായിരുന്നു. അവരവിടെ നിന്നാണ് 90 വളർന്നത്, അല്ലെങ്കിൽ 99 വളർന്നത്. ഈ മേഖലകൾ 15% നിന്നും 20% നിന്നുമാണ് 99 വളർന്നത്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. ആ മാറ്റത്തിൻ്റെ പിന്നിൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങളുണ്ട്. പ്രാരാബ്ദങ്ങളും പോരായ്മകൾക്കുമിടയിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ പരമാവധി പ്രോത്സാഹിപ്പിച്ചും ശാക്തീകരിച്ചും നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്, ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ മാറ്റം നമുക്കുണ്ടാക്കാൻ സാധിച്ചത്. മാത്രവുമല്ല, ഞങ്ങൾ ഈ തലമുറയിലെ കുട്ടികളെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ ഞങ്ങളെക്കാൾ മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. കാരണം ഞങ്ങൾക്ക് കഴിയാത്തതാണ് നിങ്ങൾക്ക് കഴിയുന്നത്. ഞങ്ങളുടെ കാലത്തൊക്കെ ചെറിയ വിജയങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ തന്നെ എല്ലായിടത്തും പറയാറുണ്ട്, 500 കുട്ടികൾ പരീക്ഷ എഴുതിയ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് SSLCക്ക്. അന്ന് 11 പേരാണ് ആ പരീക്ഷയിൽ വിജയിച്ചത്. 500 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് 11 ആൾ ജയിച്ചാൽ SSLCക്ക് എത്ര ശതമാനമായി? ഫുൾ A+ ആണ്. എത്ര ശതമാനമായി? 2.2%. അതാണ് അന്നത്തെ ഏകദേശം ഒരു സ്കൂളുകളുടെ, നമ്മുടെയൊക്കെ ഒരു സർക്കാർ സ്കൂളുകളുടെ ഒരവസ്ഥ. അപ്പോൾ അവിടെ നിന്നാണ് ഇന്ന് ആ സ്കൂളടക്കം 100% കൂടുതൽ കുട്ടികൾ, സമ്പൂർണ്ണ 100%, 100% വിജയമുള്ള സ്കൂളാണ്. അപ്പോൾ വലിയ മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായത്. നമ്മളെ കുട്ടികൾ നന്നായി പഠിക്കുന്നു. ഈ വർഷം സമ്പൂർണ്ണ A+ കിട്ടിയവരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യാണ് SSLCയിൽ. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനത്ത് 60,000-ൽ പരം കുട്ടികൾക്കാണ് ഫുൾ A+. ഇപ്രാവശ്യം 30,000-ൽ പരം ഫുൾ A+ ഉള്ളൂ. പകുതി കുറഞ്ഞുപോയി. എന്തായിരിക്കും കാരണം? എന്താ നിങ്ങളെ അഭിപ്രായം? പരീക്ഷ എഴുതിയവരുടെ അഭിപ്രായം എന്താ? ഇപ്രാവശ്യത്തെ പരീക്ഷ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആയിരുന്നു എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു പരീക്ഷയിൽ വാല്യുവേഷൻ ഏത് രീതിയിലും വരാം. പിന്നെ
സിലബസ് മാറ്റം കൊണ്ട് കുറച്ച് ടഫായിരുന്നു പരീക്ഷ എന്ന അഭിപ്രായമുള്ളവരുണ്ട്. നമ്മുടെ സിലബസും കരിക്കുലവും ഒക്കെ മാറിയത് കഴിഞ്ഞ വർഷങ്ങളിലാണ്. കഴിഞ്ഞ കൊല്ലമാണ് SSLCക്ക് 10ാം ക്ലാസ്സിൽ പുതിയ പുസ്തകം വന്നത്. അപ്പോൾ അതിൻ്റെ മാറ്റമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. എന്തായിരുന്നാലും ഫുൾ A+കാർ ഗണ്യമായി കുറഞ്ഞപ്പോഴും ആ ഘട്ടത്തിലും A+ നേടാൻ കഴിഞ്ഞ നിങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ ഈ നേട്ടത്തിന് ഇപ്രാവശ്യത്തെ SSLC ഫുൾ A+ന് ഇരട്ടി മധുരമുണ്ട്. കാരണം ഗണ്യമായി A+ കുറഞ്ഞിട്ടും അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ, നിങ്ങൾ അവിടെയും പിടിച്ചു നിന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ നേട്ടം വലിയൊരു നേട്ടമാണ്. SSLCക്ക് ഫുൾ A+ ലഭിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. 10 സബ്ജക്റ്റുകൾ, ഗഹനമായ വിഷയങ്ങൾ, കട്ടിയുള്ള പുസ്തകങ്ങൾ, അത് മുഴുവനും കവർ ചെയ്താൽ മാത്രമേ ഒരു വിഷയത്തിൽ A+ നേടാൻ കഴിയൂ. അങ്ങനെ 10 വിഷയങ്ങളിൽ നിങ്ങൾ A+ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇനി നിങ്ങൾ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിലുള്ള ഒരു പരീക്ഷയും നിങ്ങൾക്ക് മുമ്പിലൊരു വലിയ കടമ്പയല്ല. നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ ഈ നേട്ടം നിങ്ങൾക്ക് തുടർന്ന് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച്, നിങ്ങളുടെ വിവരത്തിനനുസരിച്ച് ഈ നേട്ടം നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം അക്കാദമിക് രംഗത്ത് ആവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക. +2-ന് A+ കിട്ടിയവർ SSLCക്കും A+ കിട്ടിയവരാണോ? SSLCക്ക് A+ കിട്ടാതെ +2-ന് A+ കിട്ടിയവർ എത്ര ആളുണ്ട്? ഒരു കൈ ഞാൻ കാണുന്നു. SSLCക്ക് A+ ഇല്ല, പക്ഷെ +2-ന് A+ കിട്ടി അല്ലേ? അപ്പോൾ അതൊരു നേട്ടമാണ്. കാരണം അവർ ഒന്നുകൂടി ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ബാക്കി +2 A+കാരൊക്കെ ഒന്ന് കൈപൊന്തിച്ചാൽ അവർ SSLCക്കും A+ ഉള്ളവരാണ് അല്ലേ? എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? അല്ലേ? +2 A+കാരൊക്കെ ഒന്ന് കൈപൊക്കിയേ. SSLCക്ക് A+ ഇല്ലേ? ഉണ്ട്. വേറെ കൈകൾ ഞാൻ കാണുന്നില്ലല്ലോ. SSLCക്ക് A+ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ SSLCക്കാർ, ഫുൾ A+കാർ ഭാവിയിലും ശ്രദ്ധിച്ച് ഈ വിജയങ്ങൾ ആവർത്തിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ചിലർ SSLCക്ക് A+ കിട്ടാത്തത് കൊണ്ട് ചെറിയ ചില മാർക്കുകൾക്കായിരിക്കും അവർക്ക് ചിലപ്പോൾ ഈ ഒരു നേട്ടം നഷ്ടമായിട്ടുണ്ടാവില്ല. സമ്പൂർണ്ണ A+ കിട്ടിയവരാണ് എല്ലായിടത്തും ആദരിക്കുക. പക്ഷെ ചിലപ്പോൾ 1-2 സബ്ജക്റ്റിന് ചെറിയ മാർക്കുകൾക്ക് അവർക്ക് A+ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. വാശിയോടുകൂടി ഇനിയുള്ള പരീക്ഷകളിൽ ഞാനിതിനെ അതിജീവിക്കും എന്ന് പറഞ്ഞ് പഠിച്ചതിന് ഉദാഹരണമാണ് ഈ കുട്ടി. SSLCക്ക് ആ കുട്ടിക്ക് A+ ഇല്ല, പക്ഷെ അതിനേക്കാൾ വൈഡായ ഒരു പരീക്ഷ, കുറച്ചുകൂടി ടഫായ ഒരു പരീക്ഷ എഴുതി അതിൽ ഫുൾ A+ നേടിയെന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ നേട്ടമാണ്. അപ്പോൾ അത് മറ്റു കുട്ടികൾക്ക് അതൊരു മാതൃകയാണ്. ഇപ്പോൾ ഏതെങ്കിലും കാരണത്താൽ ചെറിയ പോയിന്റുകൾക്ക് സമ്പൂർണ്ണ A+ SSLCയിൽ നഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾക്ക് അതൊരു നഷ്ടമായി കരുതി ഇവിടെ ഫിറോസ് പറഞ്ഞ കഥയിലെ രണ്ടാമത്തെ ആളെപ്പോലെ ആകെ നിരാശ ബാധിച്ച് നിൽക്കേണ്ട കാര്യമില്ല. വലിയ പരിശ്രമങ്ങൾ, കഠിനമായ പരിശ്രമങ്ങൾക്ക് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഈ നേട്ടം വളരെ വലുതാണ്. ആ നേട്ടങ്ങൾ മനസ്സിലാക്കി സ്വയം തിരിച്ചറിഞ്ഞ് തനിക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖല ഏതാണ് എന്ന് മനസ്സിലാക്കി അവനവനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. ഞാൻ ഏത് മേഖലയിൽ ശോഭിക്കുമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തി നിങ്ങൾ നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കണം. 10ാം ക്ലാസ് വരെ നമ്മളെല്ലാവരും എല്ലാ സബ്ജക്റ്റും പഠിക്കും. പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പ്രത്യേക മേഖലയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് ഏത് മേഖല വേണം എന്ന് തീർച്ചപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. രക്ഷിതാക്കൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് കുട്ടികളെ പറഞ്ഞയക്കാൻ ശ്രമിക്കരുത്. അത് ചിലപ്പോൾ ഒരു പരാജയമായിരിക്കും. കുട്ടികളുടെ അഭിരുചിക്ക് വിടണം. അവർക്ക് എന്താണോ ആവേണ്ടത്, അവർക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരാൻ കഴിയണം. നമ്മളെക്കാൾ ഇന്ന് അവർക്ക് പല മേഖലകളെക്കുറിച്ചും അറിയാം. ഞാനും നിങ്ങളും സ്കൂളിലും കോളേജിലും പോയിരുന്നപ്പോൾ 23 ബ്രാഞ്ചുകൾ മാത്രമാണ് എൻജിനീയറിങ്ങിനുണ്ടായിരുന്നത്.
ഇന്ന് 300-ൽ പരം ശാഖോപശാഖകൾ എഞ്ചിനീയറിങ്ങിനുണ്ട്. നാനോ ടെക്നോളജിയും ബയോടെക്നോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും ഒക്കെ വന്നപ്പോൾ ഒരുപാട് മേഖലകൾ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള പ്രത്യേക ശാഖകളുണ്ട്, കോഴ്സുകളുണ്ട്, കോളേജുകളുണ്ട്. നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോഴും നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്തെ പോരായ്മകളാണ് ഇവിടെ നിങ്ങളുടെ ജനപ്രതിനിധി ചൂണ്ടിക്കാണിച്ചത്. നമുക്കതൊക്കെ പരിഹരിക്കണം. എല്ലാം ഈ ഒരു സമയം കൊണ്ട് പരിഹരിക്കപ്പെടുമെന്നല്ല, പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും. നമ്മുടെ വിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കണം. ആവശ്യമായ മേഖലകളിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. ഇതിൻ്റെയൊക്കെ ഒരു കണക്കെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ അത്യാവശ്യം സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് LP സ്കൂളുകൾ UP സ്കൂളുകളായും ഹൈസ്കൂളുകളില്ലാത്തടത്ത് UP സ്കൂളുകളെ ഹൈസ്കൂളുകളാക്കാനും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ കാര്യത്തിലും ചെയ്യാവുന്ന ഇടപെടലൊക്കെ നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ വർഷം ആദ്യം തന്നെ സാധാരണ 2ാം ഘട്ടത്തിലാണ് +1 സീറ്റ് കുറയുമ്പോൾ നമ്മൾ അഡീഷണൽ ബാച്ചുകൾ കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ അതിന് ഓരോ വർഷവും പ്രത്യേക അനുമതി കൊടുക്കണം, അത് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാറുള്ളത്. എന്നാൽ ഞങ്ങൾ ഇത്തവണ തന്നെ 313 അഡീഷണൽ ബാച്ചുകൾക്കും അലോട്ട്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചു. അതുപോലെ ഇവിടെ ക്ലാസ്സുകളിൽ കുട്ടികൾ തിങ്ങി നിറയുന്നൊരു പ്രശ്നമുണ്ട്. ഫിറോസ് ചൂണ്ടിക്കാണിച്ചത് മനഃശാസ്ത്രപരമായും വളരെ കറക്റ്റാണ്. 50 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അനുവദനീയമായത്, അതും തന്നെ കൂടുതലാണ്. ശരിക്കും 40 കുട്ടിയിൽ കൂടുതലൊരു ക്ലാസ്സിൽ നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു സ്ഥിതിയിൽ 50ആണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ +1 സീറ്റിൻ്റെ കുറവ് കാരണം 30% മാർജിനൽ ഇൻക്രീസ് സർക്കാർ സ്കൂളുകളിലും 20% മാർജിനൽ ഇൻക്രീസ് എയ്ഡഡ് സ്കൂളുകളിലും കൊടുത്തിരുന്നു. അതും ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ കൊടുത്തു. മറ്റേത് 2ാം ഘട്ടത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു 15 സീറ്റ് ഒരു സർക്കാർ സ്കൂളിലും 10 സീറ്റ് ഒരു എയ്ഡഡ് സ്കൂളിലും കൊടുക്കാറ്. അതും കൂടി ഉൾപ്പെടുത്തിയാണ് 1ാം ഘട്ട അലോട്ട്മെൻറ്റ് നടത്താൻ ഇത്തവണ തീർച്ചപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും പോരായ്മ വരികയാണെങ്കിൽ അതിന് അഡീഷണൽ ബാച്ചുകളോ സ്ഥിരം ബാച്ചുകളോ ഒക്കെ നൽകേണ്ടി വരും. ഇത്തവണ നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഗവൺമെൻറ് വന്നിട്ട് 20 ദിവസം ആകുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഫുൾ ബാച്ചുകൾ കൊടുക്കുമ്പോൾ അതിന് നടത്തേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ഏതായിരുന്നാലും ഗവൺമെൻറ് അത് ആലോചിച്ച് തീർച്ചയായും ആ വിഷയത്തെ ഇത്തവണ തന്നെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങും. ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധിയോടുകൂടി ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ എത്ര പേർ SSLC ജയിക്കുന്നുവോ അവർക്ക് ആ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ +1 അഡ്മിഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. അതിനു വേണ്ടിയുള്ള ക്രമീകരണവും ആവശ്യമായ സ്ഥാപനങ്ങൾ അനുവദിക്കലുമൊക്കെ വരും വർഷങ്ങളിൽ ഉണ്ടാകുമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഇവിടെ അതൊരു ചർച്ച വന്നതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ കുട്ടികൾക്കും ഫുൾ A+കാരായ SSLCക്കാർക്കും +2കാർക്കും ഒക്കെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ, ആശംസകൾ, വിജയങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ നേരുകയാണ്. അതോടൊപ്പം അതിനുവേണ്ടി ശ്രമിച്ച സ്കൂളുകളുണ്ട്. ഇപ്പോൾ പരീക്ഷയൊക്കെ വരുമ്പോൾ പല അധ്യാപകരും വളരെ വലിയ കഷ്ടപ്പാട്, PTA-കൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ 100% നിലനിർത്തണം, കൂടുതൽ A+ ഉണ്ടാകണം എന്നൊക്കെ ഒരു ശ്രമത്തോടു കൂടി പഞ്ചായത്ത് തല ജനപ്രതിനിധികൾ ഒക്കെ അവരോട് കൂടി ചേർന്ന് ഞാനൊക്കെ പലപ്പോഴും കാണാറുണ്ട്. SSLC പരീക്ഷൻ്റെ സമയമൊക്കെ ആകുമ്പോൾ പ്രത്യേക ക്യാമ്പുകൾ, പരീക്ഷ തോറ്റുപോയേക്കാൻ സാധ്യതയുള്ള കുട്ടികൾക്കൊരു പ്രത്യേക ക്യാമ്പുകൾ, അതുപോലെ തന്നെ നിലവിലുള്ള മറ്റു കുട്ടികൾക്ക് കൂടുതൽ ബെറ്റർമെൻറ്റിനുള്ള അവസരങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉത്സാഹമാണത്, നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സാഹമാണ്. ആ ഉത്സാഹം ഒക്കെ പ്രകടിപ്പിച്ച് കാണിച്ച് അതിൻ്റെയൊക്കെ പേരിലുണ്ടാക്കിയ വിജയം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വിജയം ഉണ്ടാക്കിയത്. അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഫിറോസ് തൻ്റെ മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്ന ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഏറെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.